UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. സർ, ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ആ വയോജന ഡിപ്പാർട്ട്മെന്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന് ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയുള്ള 5 വർഷക്കാലം, 5 വർഷക്കാലാണല്ലോ കാലാവധി, ഈ 5 വർഷക്കാലം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അത് ഈ പറയുന്ന UDFന് 102 അംഗങ്ങൾ സഭയിലുണ്ട് എന്നുള്ളതല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ VD സതീശനാണ് കേരളത്തെ നയിക്കുന്നത് എന്നുള്ളതുമല്ല. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരളത്തെ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചു, അല്ലെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായി കസേരയിൽ ഇരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന VD സതീശൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം എന്ത് ചോദ്യങ്ങളെയും എന്ത് പ്രതിസന്ധികളെയും നേരിടാൻ അദ്ദേഹത്തിന് മുന്നിൽ പിണറായി വിജയൻ്റെ ചെയ്തികൾ ഇങ്ങനെ നിൽക്കുക, വരിയായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അന്തംകമ്മി അടിമകൾ വടി കൊടുത്ത് അടിവാങ്ങുക എന്ന് പറയുന്നത് കേട്ടില്ലേ? അതുപോലെ അടിമകൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യാണ്ട് ചോദിക്കും. സതീശൻ നല്ല പടപടക്കും, നല്ല പട. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2021 LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യ എന്ത്? ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2500 എത്തിക്കും. 2021 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 2024 കഴിഞ്ഞു, 2025 കഴിയാറായപ്പോൾ എന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തീകരിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 1600നെ 2500 ആക്കിയോ? ഇല്ല, 2000 എത്തിച്ചു. എന്ന് പറഞ്ഞാൽ ആ അവസാന സെക്കൻഡ് ഉണ്ടല്ലോ, അപ്പം നമുക്കെല്ലാവർക്കും മരണം സംഭവിക്കും. ആ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ ഒരു ഘട്ടമുണ്ട്. ഏത്? ആ മരിക്കാൻ പോകുന്ന വ്യക്തി അയാൾ സ്വയം തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പം അയാൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അങ്ങനെ ആക്കണ്ടായിരുന്നു, ഇങ്ങനെ ആക്കണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ. എന്തൊക്കെ പറഞ്ഞവനാണെങ്കിലും ശരി, എന്തൊക്കെ ചെയ്തവനാണെങ്കിലും ശരി, എന്തൊക്കെ വെല്ലുവിളികൾ നടത്തിയവനാണെങ്കിലും ശരി, മതമില്ല, വിശ്വാസമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞവനാണെങ്കിലും ശരി, ഇനി ഉണ്ടെന്ന് പറഞ്ഞവനാണെങ്കിലും ശരി, ആരാണെങ്കിലും അവസാന നിമിഷം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ മരിക്കാൻ പോവുക, ഇനി എനിക്ക് സമയമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ചിന്തിക്കും, കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ആയുസ് കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഘട്ടമുണ്ട്. അതുപോലെയായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ സക്കറാത്തിൽ മൗത്തിൽ ഈ പറയുന്ന 1600നെ 2000 ആക്കി ഉയർത്തിയത്. അപ്പോഴായിരുന്നു ചാകാൻ കിടക്കുമ്പോൾ പിണറായി വിജയൻ ആ സർക്കാർ ചാകാൻ കിടക്കുമ്പോഴാണ് 1600നെ 2000 ആക്കിയത്. അപ്പോഴും 2500 എത്തിയില്ല. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കരുവന്നൂരിലെ കള്ളൻ സഖാവ് എഴുന്നേറ്റെന്ന് ചോദിക്കുക, അതും VD സതീശൻ്റെ ഗവൺമെൻറ് വന്ന് 1 മാസമേ പിന്നിട്ടിട്ടുള്ളൂ. 1 മാസം, തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഗവൺമെൻറ് അധികാരത്തിലെത്തിയിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റൊരു മാസം പിന്നിട്ടിരിക്കുന്ന VD സതീശൻ്റെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനത് ചോദിക്കുകയാണ്, നിങ്ങൾ 3000 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ,
എന്താ ഇതിപ്പോൾ ആക്കുമോ ഇല്ലേ? ഏത് ഇപ്പം നമ്മൾ 5 വർഷമൊക്കെ കുറേ ദിവസം കാത്തിരുന്ന് ഒക്കെ കഴിഞ്ഞ് ഇല്ല, അവർക്ക് ഇനി സമയമില്ല, അവന് തീരാൻ പോകുന്ന അവസാന ഘട്ടത്തിൽ ചോദിക്കും പോലെയുള്ള ചോദ്യം ആകെ വന്ന് 1 മാസം ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് ചോദിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്? എന്നാ ആ ബോധമെങ്കിലും വേണ്ടേ അവർക്ക്? ചോദിക്കുന്നത് ആരോടാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? കാരണം മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയാ. അപ്പോൾ എല്ലാ വകുപ്പിനെ കുറിച്ചും മുഖ്യമന്ത്രി പറയുമെന്ന് മാത്രമല്ല, ധനമന്ത്രി ആയതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി ആധികാരികമായിട്ട് ആ മനുഷ്യൻ പറയും. ചോദിച്ചത് സതീശനോടാ. പിന്നെ അവിടെ കണ്ടത് തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് പോലെയായിരുന്നു. അങ്ങോട്ട് നിരങ്ങായിരുന്നു സതീശൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവർ ഇപ്പം എന്താ പ്രശ്നം? സതീശൻ്റെ മുന്നിൽ എന്താണ് സതീശന് എന്ത് സംഭവിച്ചാലും എന്താണ് സതീശൻ്റെ മുമ്പിൽ? സതീശൻ്റെ മുന്നിൽ പിണറായി വിജയൻ ഭരിച്ച കഴിഞ്ഞ 10 കൊല്ലം നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അത് സതീശൻ്റെ മുന്നിൽ മാത്രമല്ല, ഈ ക്യാബിനറ്റിലെ എല്ലാവരുടെയും മുന്നിൽ അത് നിൽക്കുക. തൊടുന്നവരും ചോദിക്കുന്നവരും പറയുന്നവരൊക്കെ ഇതാണ് വിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഇതേ മുരളീധരനോട് മറ്റൊരു കാര്യം ചോദിച്ചു. മുരളീധരനോട് ആരാ ചോദിച്ചത്? നമ്മളെ മുഹമ്മദ് റിയാസ്. ഏത് മരുമോനെ അമ്മായപ്പനെ അമ്മായപ്പൻ ഇങ്ങനെ മാങ്ങി കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ, വയറ് നിറയെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെങ്കിലും അമ്മായപ്പനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അത് നോക്കുമ്പോൾ അതിനേക്കാളും വലുത്, ഇത് പിടിച്ചതിലും വലിയത് മാളത്തിലാന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസ് നിന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ആരാ മറുപടി പറയുന്നത്? മുരളീധരൻ. പിന്നെ അതിന് പിന്നെ പറയണ്ടല്ലോ, തഗ്ഗിൻ്റെ രാജാവാ. കൊടുത്തു നെരിവട്ടം. തൊട്ട് പിന്നാലെ ഈ ചേലക്കരയിൽ നിന്നുള്ളൊരു ചങ്ങായി ഉണ്ട്, പ്രദീപ് കുമാർ. അതൊന്നുകൂടി, അത് പിന്നെ പറയണ്ട. ഇപ്പൊ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ ഇവരെ എന്താ പറയേണ്ടത്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, AKG സെൻറ്ററിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ വലിയ റോളില്ല എന്ന് പറഞ്ഞാൽ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മരമുറിക്കാരൻ ആൻഡോയും അതുപോലെ മൊട്ട അരുണും കൂടി ചേർന്നിട്ടാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മരമുറിക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്ത്? ഈ പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട്, അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈ തിരുവനന്തപുരത്തെ സിറ്റി ഫാസ്റ്റ് ബസ്സുകളൊക്കെ അല്ല ഓർഡിനറി ബസ്സുകളൊക്കെ സിറ്റി ഫാസ്റ്റ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചല്ലോ എന്ന്. അതിനും കൊടുത്തു ആരെ? സതീശൻ. ഇമാതിരി ക്യാപ്സൂളായിട്ട് സഭയിൽ വരരുത് എന്ന് പറഞ്ഞു സതീശൻ. സഭ എന്ന് പറയുന്നത് ഇവിടെ കുറച്ചൊരു പ്രോട്ടോക്കോളും മാന്യതയും ഇതൊക്കെ ഉള്ളതാണ്, ഡെക്കോറാമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇമാതിരി ക്യാപ്സൂൾ ഇറക്കരുത്, ഇതൊക്കെ ഊമ്പാൻ പോകുന്നതാണ് ഇതിലും നല്ലത് എന്നുള്ളതാണ് സതീശൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഇപ്പം ഞാനതാണ് പറഞ്ഞത്. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എന്താ പറയേണ്ടത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ ഭൂരിഭാഗം, ഇതൊക്കെ അഡ്വാൻറ്റേജാ. എന്ത്? സതീശൻ മുഖ്യമന്ത്രിയാണെന്നുള്ളത് വലിയ മാർജിൻ ഉണ്ടായി എന്നുള്ളതൊക്കെ വലിയ അഡ്വാൻറ്റേജാ. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ അഡ്വാൻറ്റേജ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മരവാഴ കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ അധികാര കസേരയിൽ ഇരുന്നു എന്നുള്ളതാ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചോദ്യം വന്നാലും എല്ലാത്തിനെയും നേരിടാനും ഉദാഹരണങ്ങൾ പറയാനും അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ക്ഷേമ പെൻഷൻ ആണെങ്കിലും ശരി, ഇനി എന്ത് വിഷയമാണെങ്കിലും ശരി, ഇതാണ് അവസ്ഥ. അതല്ലേ? ഇപ്പം ആരോഗ്യമേഖലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പം തന്നെ കൊടുക്കുകയാണ് മുരളീധരൻ. മനസ്സിലായില്ലേ? അപ്പോൾ KSRTCയെ കുറിച്ച് ചോദിച്ചാൽ അപ്പോൾ CP ജോൺ ഇത് നിൽക്കും. ഇതന്നെ എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് ആകെ പ്രതിസന്ധിയിലാണ് സഖാക്കൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോൾ ബജറ്റിന്മേൽ ചർച്ചയാണ് ഇന്നത്തെ നിയമസഭയിൽ. ഈ ബജറ്റിന്മേൽ ചർച്ചയിൽ സഖാക്കൾക്കൊന്നും പറയാനില്ല. പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾ പെൻഷൻ കൊടുക്കുമോ, നിങ്ങൾ ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് ബജറ്റിന്മേൽ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ചർച്ചകളൊക്കെ ഔട്ട് ഓഫ് ബജറ്റായിരുന്നു. കാരണം ഒന്നും ചർച്ച ചെയ്യാനൊന്നും ഇല്ല. പിന്നെ തുറക്കാനും പറ്റില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പുറത്തുനിന്ന് വരുന്ന മറുപടി എന്ന് പറയുന്നത് അതാണെങ്കിൽ ആർക്കാ കൊള്ളുന്നത്? ചോദിക്കുന്ന പലരും ആയിരിക്കും. കാരണം ഇപ്പം മന്ത്രിമാരായവരൊന്നും മിക്ക ആളുകളും ഈ പറയുന്ന നിയമസഭയിലില്ല.
പിന്നെ MLA-മാരായിരുന്ന മിക്ക ആളുകളും ഇല്ല, വളരെ തുച്ഛമായ ആളുകൾ, മിക്ക ആളുകളും പുതുമുഖങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭയിൽ ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഇപ്രാവശ്യം ഇവരുടേതായിട്ട് ആളുകൾ ഈ പറയുന്ന നിയമസഭയിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കൊള്ളുന്നത് മൊത്തം ആർക്കാ? പിണറായി വിജയനാ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്തറിയോ, ആ വോട്ടെണ്ണുന്ന ദിവസം KM ഷാജി അബ്ദുൾ റഷീദിനെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. റഷീദ്, നീ എന്താ കാണിക്കണേ? പിണറായി വിജയനെ നമുക്ക് നിയമസഭയിൽ കിട്ടണം എന്ന് പറഞ്ഞ ആ വാക്കാ എനിക്ക് മനസ്സിലാകുന്നത്. അക്ഷരം പ്രതി ഓരോ സഭയുടെ ഓരോ സെഷനും കഴിയുമ്പോഴും, ഓരോ സമ്മേളനത്തിലെ ഓരോ ദിവസം കഴിയുമ്പോഴും ഷാജി ആ പറഞ്ഞ കാര്യം ഇങ്ങനെ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയാം. അത് ഷാജി മാത്രമല്ല, ഷാജി പറഞ്ഞത് മൊത്തത്തിൽ UDF-ന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഷാജി പറഞ്ഞത്. സംഭവം ഷാജി ആണെങ്കിലും സതീശനാണെങ്കിലും മുരളീധരനാണെങ്കിലും CP ജോൺ ആണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നവർ മൊത്തം ഇത് തന്നെ, കൊട്ടോട് കൊട്ട്. ഇപ്പം എന്താ അവസ്ഥ? വാ തുറന്നൊന്നും ചോദിക്കാനും പറ്റുന്നില്ല, ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല. സഭയിൽ പോയിട്ട് എല്ലാ ചർച്ചയിലും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറഞ്ഞാലോ അതാണെങ്കിൽ തിരിച്ച് കിട്ടുന്നത് പിണറായി വിജയനിട്ടിട്ടു. എന്തൊരു ഗതികേടാണെന്ന് നോക്കിയേ നിങ്ങൾ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, സതീശൻ്റെയും VD സതീശൻ ക്യാബിനറ്റിൻ്റെയും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ ഏതൊരു ചോദ്യങ്ങളെയും വളരെ കൃത്യമായി നേരിടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്.